ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബേക്കറിയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു പിസ്താ ഷേക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു കവറ് മിൽമ പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടപ്പാലിനെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുതിർത്ത ഏലക്കയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പഴമൊന്നും ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ഒരു പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്തയുടെ ഫ്ലേവറാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ പിസ്ത ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ക്രീമി ആയിട്ടാണ് തയ്യാറാക്കിയത്. വേണമെങ്കിൽ കുറച്ച് തണുത്ത പാലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ, ബൈ ബൈ.